إن الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. നമുക്ക് നമ്മയൊന്ന് ശുദ്ധിയാക്കണം. പാപങ്ങൾ കരിച്ചു കളയേണ്ട, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിലേക്ക് തൗബയിരക്കേണ്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ 2 സംഭവങ്ങളാണ് ഇന്ന് ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അസ്ലം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ് അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. വല്ലാതെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലാണ് അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്ക് എത്തുന്നത്. ചെയ്തു പോയ ഏതോ ഒരു തിന്മ തൻ്റെ ഹൃദയത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്ക് എത്തുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കണം റസൂലെ. അദ്ദേഹം ഇങ്ങനെ ഒരു തിന്മ ചെയ്തത് ആളുകൾ കണ്ടപ്പോൾ ആളുകൾ ഒച്ചമുറി ഉണ്ടാക്കി അദ്ദേഹത്തെ പ്രവാചകൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ പോലീസും പട്ടാളം പിടിച്ച് അങ്ങനെ പ്രവാചകൻ്റെ അരികിലേക്ക് എത്തിയതോ അല്ല. ചെയ്തു പോയ ഒരു തിന്മ അത് ഹൃദയത്തെ വല്ലാതെ വേട്ടയാടിയപ്പോൾ
ആ തെറ്റിനെക്കുറിച്ചുള്ള ഖേദം അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ അരികിലേക്ക് എത്തി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ത്വഹിരിനി, എന്നെയൊന്ന് ശുദ്ധിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വൈഹക് ഇർജ, മാഇസേ, നീ തിരിച്ചു പോ, വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, നീ ഇസ്തിഗ്ഫാർ ചോദിക്ക്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങ്. ഫറജഅ ഗൈറ ബഈദ്, അദ്ദേഹം ഒരല്പം പിറകിലോട്ട് തിരിച്ചു നടന്നു. ഉടനെ പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ ശുദ്ധിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മറുപടി, വൈഹക് ഇർജ, മാഇസേ, നീ തിരിച്ചു പോ, വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, നീ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്ക്, നീ അവനിലേക്ക് ഖേദിച്ചു മടങ്ങ്. അദ്ദേഹം രണ്ടാമതും ഒരല്പം പിറകിലോട്ട് തിരിച്ചു നടന്നു. ഉടനെ പ്രവാചകന്റെ അരികിലേക്കെത്തി വീണ്ടും പറയുന്നു, റസൂലേ, എന്നെ ശുദ്ധിയാക്കണം. ഇത് 3 തവണ ആവർത്തിച്ചപ്പോൾ 4ാം തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫീമ ഉത്വഹിറുക്, മാഇസേ, എന്തിൽ നിന്നാണ് നിന്നെ ശുദ്ധിയാക്കേണ്ടത്? 3 തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, ഇത്രയധികം നിന്റെ ഹൃദയത്തെ വേട്ടയാടുന്ന എന്ത് തിന്മയാണ് മാഇസ്? ഫീമ ഉത്വഹിറുക്, എന്തിൽ നിന്നാണ് നിന്നെ ഞാൻ ശുദ്ധിയാക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മിനസ്സിന, റസൂലേ, വ്യഭിചരിച്ചു പോയി. എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം ഒരു അന്യ സ്ത്രീയുമായി സംഭവിച്ചു പോയി, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലണം എന്നാണ് മഹാനായ സ്വഹാബി പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. സ്വഹാബത്ത് ഈ രംഗം കാണുന്നുണ്ട്. സ്വഹാബാക്കളുടെ കൂടെ നമസ്കരിക്കുന്ന, അവരുടെ കൂടെ നോമ്പ് നോൽക്കുന്ന മാഇസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് വന്ന് പറയുന്ന ഈ രംഗം സ്വഹാബത്ത് വീക്ഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി ചോദിച്ചു, അബിഹി ജുനൂൻ, എന്താണ് സ്വഹാബ, മാഇസിന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ? മാനസിക നില തെറ്റി, മനോനില തെറ്റി, ആ രൂപത്തിലാണോ മാഇസ് സംസാരിക്കുന്നത്? സ്വഹാബാക്കൾ പറഞ്ഞു, അന്നഹു ലൈസ ബിമജ്നൂൻ, അല്ല റസൂലേ, ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ മാഇസിൽ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, അശരിബ ഖംറ, എങ്കിൽ മാഇസ് മദ്യപിച്ചിട്ടുണ്ടോ? കള്ള് കുടിച്ച് ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നതാണോ? സ്വഹാബത്തിൽ ഒരാൾ അദ്ദേഹത്തെ ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഫലം യജിദ മിൻ ഹരീഹ ഖംറിൻ, ഇല്ല റസൂലേ, മദ്യത്തിൻ്റെ ഗന്ധമോ ആ രൂപത്തിലുള്ള ഒന്നും മാഇസിൽ ഞങ്ങൾ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ആവർത്തിച്ചു, അസ്നീത്, മാഇസേ, നീ വ്യഭിചരിച്ചോ? 3 തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, എൻ്റെ മുന്നിൽ നിന്നൊരു പിഞ്ചു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന മാഇസ്, അസ്നീത്, നീ വ്യഭിചരിച്ചോ മാഇസ്? നഅം യാ റസൂലല്ലാഹ്, അത് റസൂലേ, വ്യഭിചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് കുഴി കുഴിക്കാൻ പറയുകയും മാഇസ് റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് ഇറക്കി നിർത്തുകയും സ്വഹാബത്ത് കല്ലെറിഞ്ഞുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം നീറിക്കൊണ്ടേയിരുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, മാഇസ് റളിയല്ലാഹു അൻഹു ആരും കാണാതെ ചെയ്ത ഒരു തെറ്റ്, ഇനി ആരെയും അറിയിച്ചിട്ടില്ല എങ്കിൽ മാലോകരറിയാൻ പോകുന്നില്ലാത്ത ഒരു തെറ്റ്, പക്ഷേ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ഖേദം, ഈ തെറ്റ് പൊറുക്കപ്പെടാതെയാണ്, ഇതിനുള്ള ശിക്ഷ നടപ്പിലാക്കാതെയാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നാളെ റബ്ബിൻ്റെ മുന്നിലുള്ള നൃത്തം ഗൗരവമായിരിക്കുമല്ലോ എന്ന് തീരുമാനിച്ചപ്പോൾ, എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ പ്രവാചകന്റെ അരികിലേക്കെത്തി അദ്ദേഹം തെറ്റ് ഏറ്റുപറയുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ്. സ്വഹാബത്ത് 2 രൂപത്തിലാണ് സംസാരം. ചില സ്വഹാബാക്കൾ പറഞ്ഞു, ലഖദ് ഹലക്, മാഇസ് നശിച്ചുപോയി. എന്താണ് മാഇസിൻ്റെ അവസ്ഥ?
ലഖദ് അഹാത്തത് ബിഹി ഖതീഅതുഹു, ധാരാളം വലിയ ഒരു പാപമല്ലയോ മാഇസിനെ പൊതിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂടെ നമസ്കരിക്കുന്ന, നമ്മുടെ കൂടെ നോമ്പ് നോൽക്കുന്ന മാഇസിന്റെ അവസ്ഥയാണോ ഇത്? ലഖദ് ഹലക്, മാഇസ് നശിച്ചുപോയി. എന്നാൽ മറ്റൊരു വിഭാഗം സ്വഹാബത്ത് പറഞ്ഞു, മാ തൗബത്തുൻ അഫ്ളലു മിൻ തൗബത്തി മാഇസ്, എത്ര ഉന്നതമാണ് മാഇസിന്റെ തൗബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ഒന്നും പറഞ്ഞില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ അരികിലേക്ക് എത്തി പറയുകയാണ്, ഇസ്തഗ്ഫിറൂ ലിമാഇസ് ഇബ്നു മാലിക്, സ്വഹാബ, മാഇസിനു വേണ്ടി നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ നടത്തും. നിങ്ങൾ മറന്നോ സ്വഹാബ? നിങ്ങളുടെ സഹോദരൻ മാഇസിനെ മറന്നോ? ഇസ്തഗ്ഫിറൂ ലിമാഇസ് ഇബ്നു മാലിക്, മാഇസിന് വേണ്ടി ഒന്ന് പാപമോചനം ചോദിക്കു സ്വഹാബ. സ്വഹാബത്ത് ഒന്നടങ്കം പ്രാർത്ഥിച്ചു, ഗഫറല്ലാഹു ലിമാഇസ് ഇബ്നു മാലിക്, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരൻ മാഇസിന് നീ പുറത്തു കൊടുക്കണമേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, ലഖദ് താബ തൗബതൻ, സ്വഹാബ, മാഇസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. മാഇസിന്റെ തൗബയുടെ വലിപ്പം നിങ്ങൾ അറിഞ്ഞോ? ലഖദ് താബ തൗബതൻ, മാഇസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ, ഈ സമുദായത്തിലെ മുഴുവൻ ആളുകൾക്ക് അത് വീതിച്ചു കൊടുത്താലും ലവസിഅതുഹും, അത് വിശാലമാണ് സ്വഹാബ. ഈ സമുദായത്തിലെ മുഴുവൻ ആളുകൾ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾക്ക് പകരമായി മാഇസിന്റെ തൗബ മാത്രമാണ് എടുക്കുന്നത് എങ്കിലും ലവസിഅതുഹും, അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്താലും അത് ബാക്കിയാകുമാർ വിശാലമാണ് സ്വഹാബ. അത്രയും ഉന്നതമായ തൗബയാണ് മാഇസ് നിർവഹിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, തൗബ എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയലല്ല തൗബ. ഉസ്താദ് ഇങ്ങനെ എല്ലാവരും കൂട്ടിയൊരു മൈതാനത്തേക്ക് പോവുക, ഉസ്താദ് ഇങ്ങനെ മൈക്കെട്ടി പ്രാർത്ഥിക്കുക, നമ്മളിങ്ങനെ ആമീൻ പറയുക, അതല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ അത് മാഇസ് ഇബ്നു മാലിക്കാണ്. ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ആലോചിച്ച് വിങ്ങിപ്പൊട്ടലാണ് തൗബ. ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉയരുന്ന കൈകൾ അല്ലാഹുവിലേക്ക് ഉയരുന്നതാണ് തൗബ എന്ന് പറഞ്ഞാൽ. ആ രൂപത്തിലുള്ള ഒരു തൗബ ഈ റമളാനിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊരു ചരിത്രമാണ്. രണ്ടാമതൊരു ചരിത്രം ഗാമിദിയ പെണ്ണിൻ്റെ ചരിത്രമാണ്. ഹിജാസിലെ അറിയപ്പെട്ട കുടുംബമാണ് ഗാമിദിയ കുടുംബം. ഇന്നും സൗദി അറേബ്യയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഗോത്രമാണ് ഗാമിദിയ ഗോത്രം. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് പ്രവാചകന്റെ അരികിലേക്ക് എത്തിക്കൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അല്ലാഹുവിൻ്റെ റസൂലേ എന്നെ ശുദ്ധിയാക്കണം, എന്നെയും കഴുകി വൃത്തിയാക്കണം റസൂലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസിനോട് ചോദിച്ചിട്ടില്ല, മാഇസേ വ്യഭിചരിച്ചെങ്കിൽ ഒരു പെണ്ണുണ്ടാവുമല്ലോ, അവളാരാ? പ്രവാചകൻ ചോദിച്ചിട്ടില്ല. ഒരു പട്ടാളവും ഒരു പോലീസും അവളെ തിരഞ്ഞ് അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് ആ ഖേദം അടക്കി വെക്കാതിരിക്കാൻ സാധിച്ചപ്പോൾ പ്രവാചകന്റെ അരികിലേക്ക് എത്തിക്കൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ത്വഹിരിനി, എന്നെ ശുദ്ധിയാക്കണം. റസൂലുള്ളാഹി മാഇസിനോട് പറഞ്ഞ അതേ മറുപടി, വൈഹക് ഇർജിഇ വസ്തഗ്ഫിരില്ലാഹ വതുബി ഇലൈഹി, പെണ്ണേ നീ തിരിച്ചു പോ, നീ ഇസ്തിഗ്ഫാർ നടത്ത്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും. ആ പെണ്ണിന്റെ മറുപടി, അറാക തുരീദു അൻ തുറദ്ദിദനി കമാ റദ്ദത്ത മാഇസ് ഇബ്നു മാലിക്, റസൂലേ മാഇസിനെ തിരിച്ചയച്ചതുപോലെ ഞാൻ തിരിച്ചു പോകുമെന്നാണോ താങ്കൾ വിചാരിച്ചത്? മാഇസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ ഒരല്പം പിറകിലോട്ട് പോയല്ലോ, അതുപോലെ ഞാൻ പോകുമെന്നാണോ താങ്കൾ വിചാരിച്ചത്? ഇന്നഹാ ഹുബിലാ മിനസ്സിന, വ്യഭിചാരത്തിലൂടെയുള്ള കുഞ്ഞ് റസൂലയുടെ വയറ്റിലുണ്ട്. തെളിവുമായിട്ടാണ് ഞാൻ വന്നത്. വ്യഭിചാരത്തിലൂടെയുള്ള കുഞ്ഞ് എൻ്റെ വയറിലുണ്ട് റസൂലേ. പ്രവാചകൻ പറഞ്ഞു, ഫദ്ഹബി ഹത്താ തലിദി, പെണ്ണെ നീ തിരിച്ചു പോ, നിന്റെ പ്രസവം കഴിയുന്നത് വരെ നീ കാത്തിരിക്കും.
അവളാണ് തെറ്റ് ചെയ്തത്, കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടില്ല. കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? അതുകൊണ്ട് പ്രസവം കഴിയുന്നത് വരെ നീ തിരിച്ചു പോ. അങ്ങനെ പ്രസവം കഴിഞ്ഞ് തൻ്റെ ചോര പൈതലിനെ ഒരു ചെറിയ തുണിയിൽ പൊതിഞ്ഞ് അവൾ പ്രവാചകന്റെ അരികിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഖദ് വലത്തുഹു, റസൂലേ, ഇതാ പ്രസവം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ശിക്ഷ നടപ്പിലാക്കണം റസൂലേ. പ്രവാചകൻ വീണ്ടും തിരിച്ചയച്ചു, ഇദ്ഹബി ഫഅർദിഇഹി ഹത്താ തഫ്തിമി, നീ തിരിച്ചു പോ, കുഞ്ഞിന് മുല കൊടുക്ക്, മുലകുടി പ്രായം കഴിയുന്നത് വരെ നീ കാത്തിരിക്ക്. 24 മാസത്തെ 2 വർഷത്തെ ഒരു ദൈർഘ്യമേറിയ കാലാവധി. പലപ്പോഴും നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് എത്ര വലിയ തെറ്റാണെങ്കിലും 1, 2, 3 ആഴ്ച നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ ഖേദമുണ്ടാവും. പിന്നെ നമുക്കിങ്ങനെ തോന്നും, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണ തെറ്റല്ലേ, ഇതൊക്കെ ഇപ്പോൾ എത്ര വലിയ തെറ്റാണോ, ഇതൊക്കെ പൊറുക്കാൻ മാത്രമല്ല നന്മകൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതിനൊക്കെ ഇപ്പോൾ എത്ര വില കാണണോ. ഒരു തെറ്റ് മറക്കാനും നിസാരവൽക്കരിക്കാനും പര്യാപ്തമായ കാലഘട്ടം 2 വർഷം. തൻ്റെ ചോര പൈതലിനെ നെഞ്ചോട് ചേർത്ത് ആ പെണ്ണ് തിരിച്ചുപോയി. ഫലമ്മാ ഫത്തമത്ഹു അത്തത്ഹു ബിസ്സബി ഫീ യദിഹി കിസ്റത്തു ഖുബ്സിൻ, പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണവും നൽകി അവൾ പ്രവാചകന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദാ യാ നബിയല്ലാഹ് ഖദ് ഫത്തംതുഹു, റസൂലേ, മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട്. വഖദ് അകല ത്വആം, നോക്ക് റസൂലേ, എൻ്റെ കുട്ടി സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇനി ആ കാരണവും പറഞ്ഞ് റസൂലേ എന്നെ തിരിച്ചയക്കരുത്. നമ്മളോട് ആലോചിക്കേണ്ട ഒരു വിഷയം, 2 വർഷം ഒരു കുഞ്ഞിനെ നോക്കി വളർത്തിയ ഏതുമ്മാക്കാണ് തൻ്റെ കുഞ്ഞിനെ വിട്ടുപിരിയാൻ സാധിക്കുക? 2 വർഷം ഒരു കുഞ്ഞിനെ നോക്കി വളർത്തിയ ഏതുമ്മാക്കാണ് തൻ്റെ കുഞ്ഞ് ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആഗ്രഹമില്ലാതിരിക്കുക? തൻ്റെ കുഞ്ഞൊന്ന് പിച്ച വെച്ച് നടക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാതിരിക്കുക? എന്നാൽ ആ ആഗ്രഹങ്ങളെക്കാൾ വലുതായിരുന്നു ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള ഖേദം. മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് അവൾ കുഞ്ഞിനെ നൽകി. സ്വഹാബത്ത് കുഴിച്ച കുഴിയിൽ അവൾ ഇറങ്ങി നിന്നു. കല്ലെറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുന്ന സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിലേക്ക് അവളുടെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം തെറിച്ചു. ഒരു വിചാരണിയുടെ രക്തം എന്ന രൂപത്തിലൊരു മോശമായ വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദ്, നീ അപ്രകാരം പറയരുത്, നീ അപ്രകാരം പറയരുത് ഖാലിദ്. ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹു തന്നെയാണ് സത്യം. ലഖദ് താബത് തൗബതൻ, അവൾ ഒരു തൗബ ചെയ്തിട്ടുണ്ട് ഖാലിദ്. ലൗ താബഹ സാഹിബു മുക്സിൻ, ഒരു കൂമ്പാരക്കണക്കിന് തെറ്റുകൾ ചെയ്ത, ജീവിതത്തിലുടനീളം ധാരാളം പാപങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് ആ തൗബ നിർവഹിക്കുന്നത് എങ്കിലും ലഹുഫിറ ലഹ്, അല്ലാഹു അത് മുഴുവൻ പൊടുത്തു കൊടുക്കുമാറ് ഉന്നതമായ തൗബയാണ് ഖാലിദ് അവൾ നിർവഹിച്ചിട്ടുള്ളത്. മയ്യത്ത് കുളിപ്പിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ആ വ്യഭിചാരിണിയുടെ മയ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നമസ്കരിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു വ്യഭിചാരിണിയുടെ ഇസ്ലാമിക രീതിയിലുള്ള ശിക്ഷ നടപ്പിലാക്കിയ ഒരു സ്ത്രീക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ. ഈ ഒരു മനസ്സാണ് റമളാനിൽ നാം നേടിയെടുക്കേണ്ടത്. ഈ ഒരു ഏറ്റുപറച്ചിലാണ് റമളാനിൽ നാം നേടിയെടുക്കേണ്ടത്. അതിന് നമ്മളും നമ്മുടെ റബ്ബും മാത്രമാകുന്ന ചില സമയങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഭാര്യ പോലും അറിയാത്ത, നമ്മുടെ ഭർത്താവ് പോലും അറിയാത്ത, നമ്മുടെ മക്കൾ പോലും അറിയാത്ത നമ്മളും നമ്മുടെ റബ്ബും മാത്രമാകുന്ന ചില സമയങ്ങൾ ബോധപൂർവം ഈ റമളാനിൽ നാം നേടിയെടുക്കുകയും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുകയും നമ്മൾ ചെയ്യണം. കണ്ണുകൊണ്ട് വ്യഭിചരിച്ചവരുണ്ട്, കാതുകൊണ്ട് വ്യഭിചരിച്ചവരുണ്ട്, മനസ്സതിനു വേണ്ടി ആഗ്രഹിച്ചവരുണ്ട്, ചെയ്തു പോയ തെറ്റുകളെ കൊണ്ട് ഹൃദയം കറുത്തുപോയവരുണ്ട്. അതുകൊണ്ട് ആ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, പാപങ്ങളെ കരിച്ചു കളയുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള നല്ല തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ച സ്വഹാബിയെ കണ്ടപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഹസ്സാൽ ലൗ സതർതഹു ബിസൗബിക കാന ഖൈറൻ ലക മിമ്മാ സനഅത്. താങ്കൾ മാഇസിൻ്റെ വിഷയം ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ, അഥവാ എൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കാതെ ആരോടും അത് അറിയിക്കാതെ അത് രഹസ്യമാക്കി വെച്ചിരുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ഈ റമളാനിൽ തൗബ ചെയ്ത് മടങ്ങുക. എത്ര തെറ്റുകൾ ചെയ്തവരാണ് എങ്കിലും, എന്തെല്ലാം തെറ്റുകൾ ചെയ്തവനാണ് എങ്കിലും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ശരീരത്തോട് അങ്ങേയറ്റം പാപങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ അതിര് കവിഞ്ഞു പോയ എൻ്റെ അടിമകളോട് പറ റസൂലേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ പൊറുക്കുവാനുള്ളത്? നമ്മൾ ചെയ്ത തെറ്റുകൾ, രാത്രിയിൽ ചെയ്ത തെറ്റുകൾ പൊറുക്കുവാൻ പകലിൽ അല്ലാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. പകലിൽ ചെയ്ത തെറ്റുകൾ പൊറുക്കുവാൻ രാത്രിയിൽ അല്ലാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ തെറ്റുകൾ പുറത്തു തരുവാൻ അല്ലാഹു ഒരുക്കമാണ്. പ്രിയമുള്ളവരെ, തൗബ ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കമാണോ? അതുകൊണ്ട് ആത്മാർത്ഥമായ തൗബകൾ ഈ റമളാനിൽ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ വിട പറയുമ്പോഴേക്ക് നമ്മുടെ ഹൃദയങ്ങളെല്ലാം ശുദ്ധീകരിച്ച് നൽകുമാറാകട്ടെ. ചെയ്തു പോയ പാപങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ റമളാനിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരങ്ങളും നോമ്പുകളും ഖുർആൻ പാരായണങ്ങളും സ്വതക്കകളും മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്നവൻ്റെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والحمد لله رب العالمين.